ഈ അമ്മ സംഘടനയുടെ നിലപാടിനെ എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? പ്രത്യേകിച്ച് അവർ ഇന്നലെ ഒരു പ്രതികരണം നടത്തിയാണ് സിദ്ദിഖൊക്കെ. അല്ല, കുറച്ചുകൂടെ നേരത്തെ അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകാമായിരുന്നു എനിക്കും തോന്നി. പിന്നെ ആ സംഘടനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയ്ക്കൊന്നും അത്ര വലിയൊരു അറിവില്ല. പിന്നെ ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 പേര് മാഫിയ സംഘമുണ്ട്, അവരാണ് ഈ സിനിമയെ ഭരിക്കുന്നത്, അവരിലൂടെയാണ് സിനിമകളൊക്കെ. അതൊക്കെ തെറ്റായ ധാരണകളാണ് കേട്ടോ. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇനി ഒരു 15 പേരിരുന്നുകൊണ്ട് സിനിമയെ ഇങ്ങനെ അവരുടെ കാൽച്ചുവടിനകത്തിട്ട് അലക്കുന്നുണ്ട്, ഒന്നും അല്ലെന്നേ. ഇവിടെ സിനിമയ്ക്ക് ആത്യന്തികമായ ആവശ്യം എന്ന് പറയുന്നത് സക്സസ്. അവിടെയാണ് വിജയമുള്ളവൻ്റെ പിറകിൽ പവറുണ്ടെന്നേ. അതെക്കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എങ്ങനെയാണ് ഒരു ഹീറോ സൂപ്പർ സ്റ്റാർ ആകുന്നത്? എങ്ങനെയാണ്? പവർഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്യുമ്പോഴല്ലേ. തീർച്ചയായിട്ടും പവർ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ ഇത്തരത്തിൽ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അല്ല, അതാണ് ശരി. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ അമർച്ച ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കതറിയില്ല. ഇതിനകത്ത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ആസ് എ ഫിലിം മേക്കർ എപ്പോഴും സിനിമയിൽ ഉള്ളിടത്തോളം കാലം മാന്യനായിട്ടിരിക്കുക. മാന്യത വേണം സിനിമയ്ക്ക്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ജോലി ചെയ്യുന്ന അവരായിട്ടുള്ള എല്ലാവരും മാന്യതയുള്ളവരായിരിക്കണം. അപ്പോഴാണല്ലോ സ്ത്രീകൾക്ക് ഇതിനകത്ത് ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുക. അതുകൊണ്ട് മാന്യത ഇതിൻ്റെ ഒരു വലിയൊരു ലേബൽ തന്നെയാണ്. സിനിമയാണ്, അതുകൊണ്ട് എന്ത് തോന്നിവാസമാകാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ശരിയുമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങളിലെ രേഖാമൂലമുള്ള പരാതി ഇല്ലാതെ കേസെടുക്കാനാവില്ല എന്നതാണ് സർക്കാർ നിലപാട്. അത് അംഗീകരിക്കാൻ കഴിയും? ഒരിക്കലും അതും ഒരു മണ്ടത്തരമല്ലേ പറയുന്നത്. എന്ത് മണ്ടത്തരം ഇത്? ഇതൊരു ജുഡീഷ്യറിയുടെ കണ്ടുപിടുത്തമല്ലല്ലോ, ഇല്ലേ? ഇതൊരു കമ്മിറ്റിയുടെ അല്ലേ. ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തിയിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. ഇതിനകത്ത് ഇത്രയും ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ സ്വകാര്യതയെ കുഴപ്പമാക്കത്തില്ലേ. അതുകൊണ്ട് അത് കളയണ്ട, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്തായിരിക്കാം. അത് ഗവൺമെന്റിന്റെ ഇഷ്ടമല്ലേ. ഗവൺമെന്റ് ചെയ്തുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? ഗവൺമെന്റിന് അറിവുള്ളവരല്ലേ. ഗവൺമെന്റ് പിരിക്കുന്ന ഗവൺമെന്റിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് അറിവില്ലേ? അവർക്ക് ലീഗൽ ബോഡീസ് ഇല്ലേ? അവർക്ക് അവരോട് ചോദിക്കാമല്ലോ. അപ്പം നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്കത് അവരുടെ ലീഗൽ ബോഡിയിൽ ചോദിച്ചാൽ കിട്ടാൻ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾ ഈ ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അറിവുള്ള എത്രയോ പേരിരുന്നുകൊണ്ട് അതിനെ ഡിബേറ്റ് ചെയ്യുന്നു. അത് ചെയ്യാമെന്നല്ലേ അവർ പറയുന്നത്. ഇത്ര ഈ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇടം വരുത്തിയത് WCC ആണ്. WCCയിലെ പ്രധാനപ്പെട്ട അടികൾക്കൊന്നും പിന്നീട് അവസരങ്ങൾ ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം. അല്ല, വിപ്ലവകരമായ ഒരു മാറ്റം. എന്ത് മാറ്റം ഉണ്ടായി? ഈ അന്വേഷണം, ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയ അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തിയത് WCCയുടെ ഒരു ഇടപെടൽ കൊണ്ടല്ലേ? അല്ല, WCC എന്ത് കാരണത്താൽ ഇടപെട്ടെ? നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താനും അതിലൊരു സർക്കാർ ഇടപെടൽ ഉണ്ടാകാനും ഒക്കെ WCCക്ക് കഴിഞ്ഞു. പക്ഷേ ആ ഇടപെടൽ നടത്തിയ പല നടിമാർക്കും പിന്നീട് അവസരങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റിയുടെ തന്നെ കണ്ടെത്തുന്നത്. അല്ല, അത് ശരിയാണ്. അങ്ങനെ ഞാനും കേട്ടിരുന്നു. ഞാൻ തന്നെ ഒരു സിനിമയിൽ ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ, സാറേ ഇപ്പം ഒരുപക്ഷെ എനിക്കിഷ്ടമാണ് താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ, പക്ഷേ ഞാൻ ഇടപെട്ട് വന്നാൽ എനിക്ക് ചിലപ്പോൾ വേറെ ചില ദൂഷ്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ പടത്തിന് ദൂഷ്യവശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തോ ആ പ്രൊജക്റ്റ് നടന്നില്ല, അതുകൊണ്ട് അങ്ങനെ ആ മേഖലയിലേക്ക് പോയില്ല.